ടോണി, ഇന്ന് മുതൽ നീ മാറുകയാണ്. ഒരു പക്വത ഉള്ളവനാണ് നീ. അത് നിൻ്റെ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നിനക്ക് കാണാം. സുനിലെ, എന്താണത്? എന്താണെന്നറിയില്ല, ഇത് ടോണിക്ക് വന്നൊരു പാഴ്സൽ പ്രൈസാ. പാഴ്സൽ പ്രൈസ്, സമ്മാനപ്പൊതി. നോക്കട്ടെ. അല്ല, ഇത് ഇവിടെ വെച്ച് തുറക്കണോ? ആ ശരിയാ, ഇത് ഒറ്റയ്ക്ക് ഉറക്കുന്നതാണ് നല്ലത്. അല്ല, ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളൂ. മോൻ തുറക്ക്. ഇല്ല, ഞാനിത് ഒറ്റയ്ക്ക് ഉറന്നോളാം. വേണ്ട, അത് പറ്റില്ല, എനിക്കൂടി കാണണം. തുറക്കാം, പക്ഷേ തുറന്നു കഴിഞ്ഞിട്ടുള്ള കമൻസ് ഉപദേശം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ ഓക്കെ. തലയിരിക്കുമ്പോൾ വാലാടണ്ട. ആ, തല പറഞ്ഞോ. ആ, ഓക്കെ. കൊള്ളാലോടാ. നോക്കട്ടെ. ഇതെപ്പോഴത്താടാ? മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാളിന് ഞാൻ പറഞ്ഞു റോഹിച്ചനോട് തുറക്കുമ്പോൾ കമന്റുകളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും ഇത് ആരാ? ടോണിയുടെ പ്രേമത്തിൽ വഞ്ചിതരായ ഏതേലും ഒരു പെൺകുട്ടിയായിരിക്കും. ആടാ, വഞ്ചിത, പേര് കാഞ്ചന. ഇവനിവിടെ പാത്രം കഴുകാനൊന്നും ഇല്ലേ? ആ, മാറ് നോട്ടെ. റോഹിച്ച പ്ലീസ്, ഞാൻ തുറന്നോളാം. മാറിക്കൊണ്ട് റോഹിച്ച മാറ്. പഴയ ഡ്രസ്സ്. ആ, ലവ് ലെറ്റേഴ്സ്. ഓ, ഗ്ലാസ്, കോസ്മെറ്റിക് ഐറ്റംസ്. കൊള്ളാലോടാ. ഇതാരാ കക്ഷി? ആർക്കറിയാം? റോയിച്ച, ഇതിലൊരു വഞ്ചിതയുടെ പ്രതിഷേധം കാണുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ കാശിന് വാങ്ങിച്ചു കൊടുത്തായിരിക്കും അല്ലേ? റോഹിച്ച വെറുതെ വഴക്കിന് വരില്ലേ? ഇതൊക്കെ പണ്ട് അറിവില്ലാത്ത പ്രായത്തിൽ പറ്റിപ്പോയതാ. റോയിച്ച, ദേ ഒരു കത്ത്. എന്റെ ജീവൻ രക്ഷിച്ച ആളാ, ഞാൻ കൊടുക്കും. ഇന്ന റോയ്. എത്രയും സ്നേഹമുള്ള പ്രണയവീരന്, ഇതൊക്കെ നീ എനിക്ക് വാങ്ങിത്തന്ന സാധനങ്ങളാണ്. ഇതൊക്കെ ഞാൻ നിനക്ക് തന്നെ തിരിച്ചു തരുന്നു. ഇനി പറ്റിക്കാൻ പോകുന്നവൾക്ക് വേണ്ടി നീ പണം മുടക്കണ്ട. അല്പം പാച്ച് വർക്ക് ചെയ്താൽ എല്ലാം ചിലവാകും. എൻ്റെ കല്യാണം തീരുമാനിച്ചു. ഞാൻ അന്തസ്സായി കല്യാണം കഴിക്കാൻ പോകുന്നു. മേലിൽ എൻ്റെ ജീവിതത്തിലോ കൺവെട്ടത്തോ വന്നു പോകരുത്. കത്തു ചുരുക്കുന്നു എന്നൊരായിരം വെറുപ്പും ശാപങ്ങളോടെയും ഒരിക്കലും സ്വന്തമല്ലാത്ത നിന്റെ കാലൻ അല്ല കാലി ക്ഷമ. ഇതാരുടെ ഈ ക്ഷമ? ഇതൊക്കെ ഒപ്പിച്ചോളൂ. പല ക്ഷമയും കണ്ടിട്ടുണ്ട്, ഇതുപോലെ ഒരാളോട് ക്ഷമ കാണിക്കുന്ന ആദ്യമായിട്ട് കാണും. എടാ, തമാശയല്ല. ഇവരുടെയൊക്കെ ജീവിതം കൂടി വെച്ചിട്ടാണ് നീ കളിക്കുന്നത്. തന്നെയല്ല, ഇവരുടെയൊക്കെ ശാപം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നന്നാവില്ല. ഞാൻ ഉപദേശിക്കാനൊന്നുമില്ല, കേൾക്കാമെങ്കിൽ കേക്ക്. പറയാനുള്ളത് പറഞ്ഞു, ഇത്രേ ഉള്ളൂ. ശരിയാ ടോണി. ടോണി ഇപ്പോൾ ഫ്ലേട്ടിങ്ങിനൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയും, എത്രയും പെട്ടെന്ന് അവളെ കണ്ട് ക്ഷമ പറയണം. ശാപം കിട്ടിയാൽ അതിങ്ങനെ കിടക്കും. സമാധാനമായി പറഞ്ഞ് ഒഴിവാക്കി ടോണി. എന്താ? ഹലോ ക്ഷമ, ഞാനാ ടോണി. ആ, എനിക്കൊരു പ്രാവശ്യത്തേക്ക് ഒന്ന് കാണാൻ പറ്റും അവസാനമായിട്ട്? ഓക്കെ, ഞാനവിടെ വരാം. ഓക്കെ, താങ്ക്സ്. എന്താ അതിൻ്റെ പേര്? സുബേർ ബഞ്ചി. ഈ സുബേർ ബഞ്ചിയിൽ എനിക്കോ തനിക്കോ വിശ്വാസം ഉണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. ഇവിടെ ആനന്ദല്ല, മറിച്ച് ഒരു അവതാരകനാണ്. അവതാരകൻ അവതരിപ്പിച്ചാൽ മതി. പിന്നെ വേണ്ടത് അത് വേറിട്ട രീതിയിൽ എങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. എങ്ങനെ? അല്ല സാർ, ഈ മനുഷ്യന്മാരെ പറ്റിക്കുന്ന സാധനത്തെക്കുറിച്ച് TV കയറി പറഞ്ഞ നാട്ടുകാർ വീട്ടിൽ കയറി തല്ലോന്ന് പേടിച്ചിട്ടാ അത് വേണോ വേണ്ടോന്ന് സാറിനോട് ചോദിച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. ആനന്ദ്, അവസരങ്ങൾ എപ്പോഴും നമ്മുടെ അടുത്ത് വരില്ല. വരുമ്പോൾ നമ്മളായിട്ട് തന്നെ ഓരോ കാരണങ്ങളുണ്ടാക്കി അതിനെ അകറ്റാൻ ശ്രമിച്ചാൽ പിന്നീട് അത് ഒരിക്കലും നമ്മുടെ അടുത്ത് വരില്ല. നീ ധൈര്യമായിട്ട് ചെയ്യടാ മോനെ, ഒന്നും വരില്ല. എന്ത് അവസരോ? അവസരമല്ല, കുഴപ്പമൊന്നും വരില്ലെന്ന്. ഓ,
സാറിന് അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം നന്നായി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ഉറപ്പുണ്ട്. ഏ? അല്ല നമ്മുടെ മറ്റേ ആ സ്ക്രിപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. ആ എന്നാ എടുക്ക്. ആ, ദാ. വായിക്ക്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു അവതാരകനായിട്ടല്ല, മറിച്ച് ഒരു അനുഭവസ്ഥനായിട്ടാണ്. ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് സുബൈർ ബഞ്ചിയിൽ നിന്നും എനിക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചാണ്. പിന്നെ ഒരു കാലത്ത് നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന എൻ്റെ കുടുംബം കുറച്ച് മാസം വരെ ആകെ കഷ്ടപ്പാടിലായിരുന്നു. കറവക്കാരനായിരുന്ന അച്ഛൻ കിടപ്പിലായി. കിടപ്പിലായതോടെ പശു ചത്തതോടെ വീട് പട്ടിണിയിലായി. ഈ സമയത്താണ് സുബൈർ ബഞ്ചിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞത്. അയൽപ്പക്കത്തെ അസൂയക്കാരിയായ ആൻറ്റി ഞങ്ങളെ കണ്ണുവെച്ചതാണ് ഞങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് സുബൈർ ബഞ്ചിയിലൂടെയാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങളെ പണക്കാരാക്കിയ സുബൈർ ബഞ്ചിക്ക് നന്ദി. ഇത്ര ഉള്ളോ? പിന്നെ ഇതിന്റെ ഉപയോഗത്തെക്കുറിച്ചും തപാലിൽ ലഭിക്കേണ്ട മാർഗത്തെക്കുറിച്ചും ഇതിന്റെ വിലയും അങ്ങനെയൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം മുഴുനീള വേഷമാണല്ലേ? ഏതായാലും സംഭവം കേട്ടിട്ട് കൊള്ളാൻ തോന്നുന്നു. ഷൂട്ട് കഴിയുമ്പം എനിക്കൂടെ ഉറങ്ങും കൊണ്ടുവരെ. വെറുതെ വേണ്ട, ഗുരുഭക്തിയായിട്ട് മതി. അയ്യേ, സാറിന് എന്തിനാ അത്? ഒന്നുമില്ല, വെറുതെ ഒരെണ്ണം വീട്ടിൽ വെക്കാല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ആനന്ദ്, ഞാൻ അതിന്റെ ഒരു മൂഡ് പറഞ്ഞു തരാം. ഓക്കെ ആനന്ദ്, ഗെറ്റ് റെഡി. മനുഷ്യനെ പേടിപ്പിച്ചാണല്ലോ കോപ്പ്. ടോണി കൂടുതൽ ഗ്ലാമർ ആകണമെന്നതിൻ്റെ അർത്ഥം നീ പറയാറുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇത് പറയാനാണ് നീ എന്നെ വിളിപ്പിച്ചത്? അല്ല, ക്ഷമയോട് ക്ഷമയോദിക്കാം. നാളെയില്ലല്ലോ നിനക്ക് എന്നോട് ക്ഷമ ചോദിക്കാൻ. തൽക്കാലം ഇല്ലാന്ന് തന്നെ വെച്ചോ. തൽക്കാലം അല്ല, എല്ലാ കാലത്തും അങ്ങനെയാ. നീ എന്ത് വേണമെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. പക്ഷേ ക്ഷമിച്ചു എന്ന് പറയാതെ ഞാനിവിടെ നിന്ന് പോവില്ല. വേണ്ട, നീ പോവണ്ട, ഞാൻ പൊക്കൊള്ളാം. എന്താ പോരെ? ക്ഷമ പോകരുത്. ഇല്ലടാ, ഇനി ഇവിടെ നിന്നാ എന്റെ ക്ഷമ പോവും. ആ ക്ഷമ പോകാതെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ നീ ക്ഷമിച്ചു എന്ന് പറയാതെ ഇവിടെ നിന്ന് പോകരുത് പ്ലീസ്. ഇതെന്തൊരു കഷ്ടമാണെന്ന് പറ. ഇതെന്തൊരു കഷ്ടമാണ്. എന്താ അങ്ങനെ പറയാൻ പറഞ്ഞത്? നീ അത് പറയുന്ന കേൾക്കാനുള്ള കൊതി കൊണ്ട്. അയ്യോ, നിന്റെ കൊതി തീരുന്നത് വരെ ഞാനിത് ഇവിടെ നിന്ന് പറഞ്ഞോളാം. എന്നാലും ക്ഷമിച്ചു എന്നൊരു വാക്ക് അത് പറയാതെ പോകരുത്. പോയാൽ ഞാനും പോവും. പോയിക്കോ. നീ കരുതുന്ന പോലെ വീട്ടിൽ പോയി പരിപ്പും കൂട്ടി ഊണ് കഴിക്കാനല്ല ഞാൻ പോകുന്നത്. പിന്നെ മരിക്കുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. നിന്നെ വഞ്ചിച്ച് എനിക്ക് ജീവിക്കാനുള്ള അവകാശമല്ല. ശരി, ബൈ. ടോണി, എന്താ ഈ പറയുന്നത്? ഇത്രമാത്രം ചിന്തിക്കാൻ എന്താ ഉണ്ടായത്? ക്ഷമ, അത് നിന്റെ പേരല്ലേ? അതിന്റെ അർത്ഥം നിനക്കറിയോ? അറിയാടാ. എന്നിട്ടാണോ ഞാൻ ചോദിച്ചിട്ട് എനിക്കത് തരാത്തത്? ടോണിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ക്ഷമ, അതല്ലേ? ശരി, ടോണിയോട് ക്ഷമിച്ചിരിക്കുന്നു. എന്താ പോരെ? താങ്ക്സ്. ഇപ്പോഴാ ഒന്ന് സമാധാനമായത്. എന്നാലും എന്തിനാ നീ എന്നെ ചതിച്ചത്? കല്യാണം കഴിക്കാനുള്ള ഇഷ്ടമൊന്നും ഞാൻ ആരെയും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് ഒരു പെൺകുട്ടി എന്താണെന്നും അവളുടെ ഫീലിങ്സ് എന്താണെന്നും അവൾ അടുത്തില്ലാത്തപ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അവൾ ഇഗ്നോർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്നൊക്കെ ഇപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്. ദൈവമേ, ടോണി തന്നെയാണോ ഈ പറയുന്നത്? അതെ, ടോണി തന്നെ. അല്ല, അതൊക്കെ പോട്ടെ. നിന്നെ കാണാൻ വന്ന ചെറുക്കൻ്റെ കാര്യം പറ. അറേഞ്ച് മാരേജിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് ടോണിക്ക് അറിയാലോ. പയ്യൻ വന്നു, കണ്ടു, ഹാൻസം. നമ്മുടെ പഴയ രാഹുൽ അല്ലേ? നമ്മുടെ പഠിപ്പിസ്റ്റ്. ഇത് തന്നെയാണ്. അടുത്ത മാസം 22 മാരേജ് ഫിക്സ് ചെയ്തത്. ഡേറ്റ് ഫിക്സ് ചെയ്തല്ലേ? അതല്ലേ ദേശത്തിലെല്ലാം കൂടെ നിനക്ക് അയച്ചത്. അല്ല, ആ കൂട്ടത്തില് ഞാൻ നിനക്ക് തന്ന പഴയ ഡോള് കണ്ടില്ല? എന്തോ അത് അയക്കാൻ തോന്നിയില്ല. അതെന്താ? എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എന്നാ എനിക്കറിയാം. നിന്റെ മനസ്സിൽ ഇപ്പോഴും എന്നോടുള്ള സ്നേഹം ഇത്തിരി ബാക്കി കിടപ്പുണ്ട്, ശരിയല്ലേ? സത്യം പറയട്ടെ, ശരിക്കും നിന്നോടുള്ള ദേഷ്യത്തിന് മുഖത്ത് നോക്കി 2 പറയാനും കൂടിയാ വന്നത്. പക്ഷേ നിന്നെ കണ്ടപ്പോ നീ വിളിച്ച ഇപ്പൊ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരാം. നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ ടോണി, പ്ലീസ് ഡാ. അപ്പോ തീരുമാനിച്ചുറപ്പിച്ചതിന്റെ കല്യാണം? അത് പോട്ടെ, എനിക്ക് നീ മതി. കർത്താവേ, അനുവിനെ കുറിച്ച് ഓർത്ത് ഫീലിങ്സ് അടിച്ച് എന്തൊക്കെയോ പറഞ്ഞും പോയി. ഈ കുരിശിന് എൻ്റെ തലയിലാവോ? എസ്കേപ്പ് അടിക്കുന്നതാണ് ബുദ്ധി. ടോണി, ടോണി എവിടെ പോയി?